എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമുക്ക് വാട്സാപ്പിൽ കിഡിലൻ സ്റ്റാറ്റസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു 3-in-1 ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും ടിക്ടോക്കിൽ നമുക്ക് വീഡിയോസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ആ വീഡിയോസിന് നമുക്ക് ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വളരെ വ്യത്യസ്തങ്ങളായ വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്, പക്ഷേ വളരെ വലിയ ഗുണങ്ങളാണ് നമുക്ക് നൽകുന്നത്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്നും നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്ന് വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓൾറെഡി എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുന്നത്. നമുക്ക് ആയിരക്കണക്കിന് വാട്സപ്പ് സ്റ്റാറ്റസുകൾ മേക്ക് ചെയ്യുന്ന വളരെ ഡിഫറൻ്റ് ആയ ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് തന്നെ അവൈലബിൾ ആണ്. നമുക്കപ്പോൾ ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്ന ടെംപ്ലേറ്റ്സ് എല്ലാം തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരെണ്ണം കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഏതെങ്കിലും ടെംപ്ലേറ്റ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് മേക്ക് എന്ന് പറഞ്ഞൊരു ബട്ടൺ താഴെ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ ഇതിലോട്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് അടിപൊളി വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഒരുപാട് ആപ്ലിക്കേഷനിൽ നിന്ന് ലഭിക്കുന്ന ടെംപ്ലേറ്റ്സുകളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് 100 കണക്കിന് ടെംപ്ലേറ്റ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാനായിട്ട് ആഗ്രഹമുള്ള കൂട്ടുകാർക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സിമ്പിളായിട്ട് നമുക്ക് വാട്സപ്പിലോട്ട് സ്റ്റാറ്റസായിട്ട് മാറ്റാനും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് സേവ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഷെയർ ചെയ്യുന്നില്ല. അതുപോലെ രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന്, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക്, അങ്ങനെ ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ടിക്ടോക്കിലൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ആ ഒരു ലിങ്ക് മുകളിലൊന്ന് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് വളരെ സിമ്പിളായിട്ടും വളരെ ഫാസ്റ്റായിട്ടും ഡൗൺലോഡായി വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് ഡൗൺലോഡ് ചെയ്യാൻ മാത്രമല്ല, ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോനെ വളരെ മനോഹരമായ രീതിയിൽ, ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കണ്ട, ഇതൊരു ജസ്റ്റ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോനെ നമുക്ക് റിവേഴ്സ് ഓർഡറിലോട്ട് മാറ്റാനായിട്ട്, അതായത് ഒരു എഡിറ്റിംഗ് സെറ്റപ്പും ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മേക്ക് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം വീഡിയോ കൺവേർട്ടായി വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 2-3 സെക്കൻഡ് എടുക്കും നമ്മുടെ വീഡിയോ ഒന്ന് കൺവേർട്ടായി വരാൻ വേണ്ടിയിട്ട്. കൺവേർട്ടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള ഭാഗത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ആ വീഡിയോയെ റിവേഴ്സ് ഓർഡറിലേക്ക് മാറ്റാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരുന്ന വീഡിയോ റിവേഴ്സ് ഓർഡറിൽ മാറ്റിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ചില വീഡിയോസ് നമ്മൾ അതിനു വേണ്ടി ഷൂട്ട് ചെയ്യുവാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ നമുക്ക് റിവേഴ്സ് ഓർഡറിലോട്ടൊക്കെ വീഡിയോ മാറ്റാനായിട്ട് സാധിക്കും. അത് വോയിസും മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോയും റിവേഴ്സ് ഓർഡറിലോട്ട് മാറ്റാനും ഈ ഒരു ആപ്ലിക്കേഷൻ സാധിക്കുന്നതാണ്. അങ്ങനെ പലവിധ ഗുണമുള്ള ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ 100% ഹെൽപ്പ് ചെയ്യും. അതായത് ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് വീഡിയോസ് റിവേഴ്സ് ഓർഡറിലും മറ്റും എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ വരുന്ന സ്റ്റാറ്റസുകളെല്ലാം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് സ്റ്റാറ്റസുകളെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഗാലറിയിലോട്ട് തരുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ വന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഓഡിയോ BGM, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ പാട്ടിട്ടിട്ട് മേക്ക് ചെയ്യില്ലേ, അതും ഈ ഒരു ആപ്ലിക്കേഷനിൽ മേക്ക് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്നുള്ള ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഒരുപാട് വ്യത്യസ്തങ്ങളായ വാട്സപ്പ് സ്റ്റാറ്റസുകൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.